ചങ്ങായിമാരെ സുഖല്ലേ? ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം നിർത്തിയെന്ന് കുറെ ആൾ പറഞ്ഞ് കുറച്ചു മുമ്പ് പറഞ്ഞ് നിർത്തിയിട്ടില്ലാന്ന്, പിന്നെയും കുറച്ചു മുമ്പ് പറഞ്ഞ് നിർത്തിയെന്ന്, പിന്നെയും കുറച്ചു മുമ്പ് പറഞ്ഞ് നിർത്തിയിട്ടില്ലാന്ന്. ട്രംപ് വന്നിട്ട് ആദ്യം തള്ളി ഞാൻ അവർ രണ്ടാളെ കൊണ്ടുവന്ന് യുദ്ധം നിർത്തിച്ചിരുന്നു. കുറച്ചേം കൊണ്ട് പറഞ്ഞ് രണ്ടാൾ ശരിയല്ല, രണ്ടിനും ഞാൻ ഉള്ള കളിച്ച രണ്ടിനും തീർത്തേക്കുന്നു. ഏത് ഇന്നലെ ഇറാന്റെ അടുക്കുന്ന് ഖത്തർ പോയി ഒളിച്ചിട്ട് ഖത്തർ പോയിട്ട് ഇറാൻ അടിച്ചിനി. എന്നിട്ട് ആടെ തൂറി മെഴുകിയിരിക്കുന്ന ട്രംപാന്ന് ഇറാനെല്ലാം തീർക്കുന്നു പറഞ്ഞു. എമ്മാതിരി തള്ളാന്നിന്റെ ട്രംപിന്റെ. പക്ഷെ സത്യം പറഞ്ഞ ഇറാൻ ഇതുവരെ യുദ്ധം നിർത്തുന്നു പറഞ്ഞില്ല. ഇസ്രായേൽ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ നിർത്താന്ന്, അത് പൂർണ്ണമായിട്ട് നിർത്താന്നല്ല പറഞ്ഞിനി. ഇസ്രായേൽ നിർത്തുന്നവരെ നമ്മൾ നിർത്തും. ഇസ്രായേൽ തുടങ്ങുന്നുണ്ടെങ്കിൽ തുടങ്ങാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്, ആ നിമിഷം നമ്മൾ അടിക്കുന്ന പറഞ്ഞിന്. തുടങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആ നിമിഷം തിരിച്ചടിക്കുന്ന പറഞ്ഞു. അല്ലാണ്ട് യുദ്ധം നിർത്തുന്ന എവിടെയും ഇറാൻ പറഞ്ഞിട്ടില്ല. പിന്നെ സത്യം പറഞ്ഞ ആരായി ഇസ്രായേലിനെ വിശ്വസിക്കുക? ആരായി യുദ്ധം തുടങ്ങിയത് ഇസ്രായേലല്ലേ? ആരോട് ചോദിച്ചിട്ട്? അമേരിക്കനോട് ചോദിച്ചിട്ട് അങ്ങ് തുടങ്ങി അവർ ഇഷ്ടം പോലെ. അപ്പൊ നിർത്തണോ വേണ്ടിയോ തീരുമാനിക്കേണ്ടത് ഇസ്രായേലല്ല, ഇറാനാണ്. കാരണം തുടങ്ങിയത് ഇസ്രായേലാണെങ്കിൽ നിർത്തേണ്ടത് ഇറാൻ തന്നെയാണ്. ഇറാന് തോന്നുമ്പേ നിർത്തൂ. പ്രത്യേകിച്ച് നമ്പാൻ പാടില്ലാത്ത ഇസ്രായേലിനോട്. കാരണം ഇവർ യുദ്ധം നിർത്തിയെന്നെല്ലാം പറഞ്ഞിട്ട് ഇടക്കൂട്ട കളിക്കുന്ന ടീമാണ്. കൂട്ടത്തിലാരി അമേരിക്ക, അതിലും വലിയ തട്ടിപ്പ് ടീം. ഈ രണ്ടിനും നമ്പിക്കൊണ്ട് യുദ്ധം നിർത്താൻ പാടില്ലാന്ന് ഇറാൻ അറിയാം. കാരണം ഇറാൻ പൊട്ടം മാറില്ല. നമുക്ക് എന്തായാലും അതിന്റെ വാർത്തകളിൽ കടക്കാം. വാർത്തയിലേക്ക് വിശദമായി. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും ഇറാനിൽ നിന്ന് മിസൈൽ ആക്രമണം ഉണ്ടായെന്ന് ഇസ്രയേൽ. എന്നാൽ ഇറാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. വെടിനിർത്തൽ സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. മിസൈൽ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് വ്യക്തമാക്കി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബഹ്റിൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി ഫോണിൽ സംസാരിച്ചു. അഭിലാഷ് രാധാകൃഷ്ണൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, ഏതാണ്ട് 2 ആഴ്ചയോളമാകുന്ന വലിയ രീതിയിലുള്ള സംഘർഷം അതൊരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുമോ എന്ന ആശങ്കയ്ക്കൊക്കെ ഒരു വിരാമം എന്ന് തോന്നിച്ചിരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപനം വന്നപ്പോൾ ആശ്വാസകരമായിരുന്നു അത്. പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് സംബന്ധിച്ചുള്ള ആശങ്കകൾ കൂടി ഉടലെടുക്കുകയാണ്. ഇറാൻ ആക്രമിച്ചുവെന്നും ഉള്ള ഇസ്രയേലിന്റെ അവകാശവാദം വരുന്നു. ഇറാൻ അതിനോട് പ്രതികരിക്കാത്ത സാഹചര്യം വരുന്നു. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാനുള്ള സാധ്യത എത്രമാത്രം? ഇന്ന് രാവിലെയോടെയാണ് ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ നിലവിൽ വന്നത്. എന്നാൽ ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. 2 രാജ്യങ്ങളും വെടിനിർത്തലിന് സമ്മതം മൂളിയതിന് പിന്നാലെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആരോപണം വരുന്നത് ഇറാൻ ഇസ്രായേലിലേക്ക് വീണ്ടും റോക്കറ്റുകൾ അയച്ചു. അത് രണ്ടും തടുത്തുവെങ്കിലും നോർത്തേൺ ഇസ്രായേലിൽ അവർക്ക് സൈറൺ മുഴക്കേണ്ടി വന്നു. ഇതിൽ ശക്തമായ തിരിച്ചടി ഇറാന് നൽകേണ്ടി വരും എന്നുള്ള കാര്യം ഇസ്രായേൽ കാറ്റ്സ് പ്രഖ്യാപിക്കുന്നു. ഇതിന് പിന്നാലെ അടിച്ചാൽ നമ്മുടെ ഭാഗത്തേക്ക് ഇറാന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു മിസൈലും ഇസ്രായേലിലേക്ക് പോയിട്ടില്ല. എന്നാൽ ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ ഒരു തരത്തിലും വെറുതെ ഇരിക്കില്ല, തിരിച്ചടിക്കുമെന്ന് ഇറാനും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ സമയം തന്നെ ഇതോടുകൂടി 2 ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വന്നതോടെ നിലവിലുണ്ടായിരുന്ന സീസ്ഫയർ വെടിനിർത്തൽ അവിടെ തന്നെ ഇല്ലാതാക്കപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തുവന്നു. ഈ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ഇറാന്റെ ഭാഗത്തേക്ക് കൂടാൻ കഴിയുള്ളൂ. കാരണം കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ടീമാണ് ഇസ്രായേൽ. പക്ഷെ ഇറാൻ ആണെങ്കിൽ കൃത്യമായ കാര്യങ്ങളെ പറയും. അപ്പൊ ഇറാൻ പറയുന്നതേ വിശ്വസിക്കാൻ തരവുള്ളൂ. പിന്നെ ഇപ്പൊ ഈ യുദ്ധം നിർത്തുന്ന ഇസ്രായേലിനോട് ഒരാഴ്ച കൊണ്ടെന്തോ നമ്മൾ ഇറാനെ അങ്ങ് തീർത്തുകളി, നമ്മടക്കം മറ്റേതുണ്ട് മറിച്ചതുണ്ട് മറ്റേ യുദ്ധം തുടങ്ങി നിങ്ങളല്ലേ. ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഉണ്ടല്ല, കയ്യിലുള്ള പൈസയും തീർന്നു കിട്ടി, നാട്ടുകാരെ തെറിയും കേൾക്കാൻ തുടങ്ങി. ഒപ്പരം നിൽക്കാന്ന് പറഞ്ഞാൽ ട്രംപാണെങ്കിൽ ഇപ്പൊ മുങ്ങുന്നു. കാരണം ട്രംപിന് നല്ല പണി ഇന്നലെ കിട്ടിയല്ല. ട്രംപ് പറഞ്ഞ എന്നെ കൊണ്ടാവൂല മോനെ, ഇജ്ജ് വേണമെങ്കിൽ ഒറ്റക്ക് നോക്കിക്കോ, അമ്മാതിരി അടി ഇറാൻ അടിക്കുന്നു. ഇറാന് പ്രാന്താടാ, ഓനും പ്രാന്താടാന്ന്. ആ അവസ്ഥയിലേക്ക് അമേരിക്ക വരെ എത്തി. രക്ഷയില്ലാന്ന് തോന്നി അമേരിക്കക്ക് വരെ. എന്നിട്ട് ഇവർ രണ്ടാളെ കൊണ്ടൊന്നും ആവൂലാന്ന് തോന്നുമ്പോ മെല്ലെ പോയിട്ട് ഇറാനെ നമുക്ക് നിർത്താടെ ഇറാനെ, നമ്മൾ ചങ്ങായിമാരല്ലേ, നമ്മൾ പഴയ നല്ല ബന്ധുക്കളല്ലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിർത്താന്ന് പറഞ്ഞാല് കിട്ടൂല മോനെ. ഇറാന്റെ അടുത്ത് നിന്ന് കിട്ടും, നല്ല അടി കിട്ടും. യുദ്ധം നിർത്താന്നുള്ള വാക്ക് മാത്രം കിട്ടൂല. പറ്റുമെങ്കിൽ ഇസ്രായേലിനെ നിങ്ങൾ ആക്രമിക്കണ്ടെന്ന് തിരിച്ച് ഇറാനും ആക്രമിക്കൂല. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആക്രമിക്കണമെന്ന് ചിന്തിക്കുന്ന സമയത്ത് തന്നെ ഇറാന്റെ അടുത്ത് നിങ്ങൾക്ക് കിട്ടും. കാരണം ഇറാൻ റെഡി ആയിട്ട് നിൽക്കുന്നത്. ഇവിടെ മരിക്കാൻ പേടിയില്ലാത്ത ടീമാണ്. നിങ്ങളാണ് ബങ്കറിന്റെ മുകളിൽ നിന്ന് ബങ്കർ, പിന്നെയും ബങ്കർ. ഈ ബങ്കറിൽ ഒളിച്ചിട്ട് ബങ്കറിന്റെ ഉള്ളിൽ നിന്ന് പത്രസമ്മേളനം നടത്തുന്ന ടീമാണ് നിങ്ങൾ. ഓരുണ്ടല്ലോ, ഒരു ബങ്കറിലല്ല, ഒരു റോട്ടിൽ തെരുവിലിറങ്ങി നടക്കുന്നത്. നിങ്ങൾ പറ്റുമെങ്കിൽ കൊന്നോടൊന്നും പറ്റി. അവരോടാണ് നിങ്ങൾ ഈ ബങ്കറിൽ ഇരുന്ന് വെല്ലുവിളിക്കുന്നത്. പിന്നെ ഇപ്പൊ ഈ 2 ആൾ ഏട്ടനും അനിയനും അമേരിക്ക ഇസ്രായേൽ യുദ്ധം നിർത്താൻ പറഞ്ഞതിന്റെ മെയിൻ കാരണം വേറൊന്നും കൂടി ഉണ്ട് കേട്ടോ. അതായത് ലോകത്തുള്ള മറ്റു രാജ്യങ്ങൾ തെച്ചും ഇറാന് സപ്പോർട്ട് കൊടുക്കാൻ തുടങ്ങി. ഇന്നലെ ഇവർ വിചാരിച്ച് ഖത്തറിൽ ആക്രമിച്ചുകൊണ്ട് എല്ലാ അറബ് രാജ്യങ്ങളും എല്ലാ ലോകരാജ്യങ്ങളും ഇറാനെതിരായിരിക്കുന്നു. ഒരിക്കലുമില്ല. ഇറാൻ കൃത്യമായിട്ട് അമേരിക്കന്റെ സൈനിക കേന്ദ്രം നോക്കിയിട്ട് തന്നെ ബോംബിട്ടിന് അവിടെ കൃത്യമായിട്ട് വീണ്. അവരെ മിസൈലിന് അമ്മാരി കഴിവുണ്ടോ? ഈടെയാ കൊടുക്കേണ്ട വെച്ചില്ല, ആടെ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇസ്രായേലിന്റെയും അമേരിക്കന്റെയും മിസൈൽ പോലെ കൊടുക്കേണ്ടത് ആടാ, വീഴേണ്ടത് ഈടാ, പോകുന്നത് എങ്ങോട്ടോ എന്ന് പറഞ്ഞ പോലെ മിസൈലല്ല ഇറാനത്. കറക്റ്റ് കൊടുക്കേണ്ടടുക്ക് തന്നെ കൊടുക്കും. ഒരു ഖത്തറുകാരന് പോലും പരിക്ക് പറ്റിയില്ല. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമല്ല കേട്ടോ. അത് ഇറാൻ കൃത്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്.
നമ്മൾ ആക്രമിച്ചത് അമേരിക്കനെയാണ്, അല്ലാണ്ട് ഖത്തറിനല്ല. ഖത്തറുമായിട്ട് നമുക്ക് യാതൊരു കുഴപ്പമില്ല, നമ്മളുമായിട്ട് നല്ല സൗഹൃദത്തിലാണ് ഖത്തർ എന്ന് ഇറാൻ പറയുകയും ചെയ്തത്. അതോടുകൂടി ട്രംപും മൂഞ്ചി, നെതന്യാഹുവും മൂഞ്ചി. ഇനി ഇപ്പൊ ഇസ്രായേലും അമേരിക്ക യുദ്ധം നിർത്താനുള്ള മെയിൻ കാരണം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ വീഡിയോ കേട്ടു നോക്കുക. ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാന്റെ തിരിച്ചടി എങ്ങനെയാകുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. പശ്ചിമേഷ്യയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണത്തിനുള്ള സാധ്യത ഏറെയാണ്. ഇക്കാര്യം മുൻകൂട്ടി കണ്ട് താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ ആക്രമണത്തിന് ശേഷം ന്യൂയോർക്ക് നഗരത്തിലും വാഷിംഗ്ടൺ DC-യിലും ലോകത്തെങ്ങുമുള്ള US എംബസികളിലും സുരക്ഷ ശക്തമാക്കി കഴിഞ്ഞു. മോസ്കോയിൽ നടന്ന റഷ്യ-ഇറാൻ ചർച്ചയിൽ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നാണ് വിവരം. ഇതിനിടെ സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് മുൻ റഷ്യൻ പ്രസിഡന്റും നിലവിൽ റഷ്യൻ സുരക്ഷാ കൌൺസിൽ ഡെപ്യൂട്ടി ചെയർമാനുമായ ദിമിത്രി മെദ്വദേവ്. ഇറാന് ആണവായുധങ്ങൾ നൽകാൻ ഒന്നിലധികം രാജ്യങ്ങൾ തയ്യാറാണെന്നാണ് മെദ്വദേവിന്റെ വെളിപ്പെടുത്തൽ. അമേരിക്കയുടെ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇത് മേഖലയിലെ സുരക്ഷയെ ഗുരുതരമായി ബാധിക്കുമെന്നും റഷ്യ വിമർശിച്ചിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. ജൂൺ 22 പുലർച്ചെയാണ് ഇറാനിലെ ഫോർദോ, നെതാൻ, ഇസ്ഫഹാൻ എന്നീ 3 പ്രധാന ആണവ കേന്ദ്രങ്ങൾക്കു നേരെ അമേരിക്കൻ വ്യോമസേന വൻ ആക്രമണം നടത്തിയത്. B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ആണവ നിലയങ്ങൾക്കു നേരെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കുകയായിരുന്നു. ആക്രമണം ഇറാന്റെ ആണവ പദ്ധതിയെ സമ്പൂർണ്ണമായി തകർത്തെന്നാണ് ഓപ്പറേഷന് പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത്. എന്നാൽ ഇറാന്റെ ആണവോർജ്ജ ഏജൻസി ആക്രമണം സ്ഥിരീകരിച്ചെങ്കിലും നാശനഷ്ടത്തിന്റെ വ്യാപ്തി ഇനിയും വ്യക്തമല്ല. പ്രധാന ലക്ഷ്യമായിരുന്ന ഫോർദോയിൽ കാര്യമായ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ആക്രമണം കൊണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടെയാണ് റഷ്യൻ മുൻ പ്രസിഡന്റ് മെദ്വദേവിന്റെ വെളിപ്പെടുത്തൽ വരുന്നത്. എക്സ്പോസ്റ്റ് പരമ്പരയിലൂടെയായിരുന്നു അമേരിക്കൻ ആക്രമണത്തിന്റെ പരാജയത്തെ അദ്ദേഹം അക്കമിട്ട് നിരത്തിയിരിക്കുന്നത്. ഇറാന്റെ ആണവ ഇന്ധന ശൃംഖലയിലെ പ്രധാന കെട്ടിടങ്ങളെ ആക്രമണം ബാധിച്ചിട്ടില്ല എന്നും ചെറിയ നാശമേ ഉണ്ടായിട്ടുള്ളൂ എന്നും മെദ്വദേവ് പറഞ്ഞു. ആണവ സമ്പുഷ്ടീകരണം ഇനിയും തുടരും. ഈ സമയത്ത് വേണമെങ്കിൽ ആണവായുധങ്ങളുടെ സമ്പുഷ്ടീകരണം എന്ന് തന്നെ പറയാം. തങ്ങളുടെ ആണവായുധങ്ങൾ ഇറാൻ നൽകാൻ തയ്യാറായിരിക്കുന്ന നിരവധി രാജ്യങ്ങളുണ്ടെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം. നൊബേലിൽ എത്രമാത്രം ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെങ്കിലും ഈ സമയത്ത് ഇനി ആ പുരസ്കാരം ട്രംപിന് മറക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം തുടരുന്നു. ഒരു കാലത്ത് സമാധാനത്തിന്റെ പ്രസിഡന്റ് എന്ന് വാഴ്ത്തപ്പെട്ടിരുന്ന ട്രംപ് ഇപ്പോൾ അമേരിക്കയെ മറ്റൊരു യുദ്ധത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും നടപടികളെ എതിർക്കുന്നു. പുതിയൊരു സംഘർഷത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് US. കരമാർഗമുള്ള സൈനിക ഓപ്പറേഷനുള്ള സാധ്യതകളും ഉയർന്നു വരികയാണ്. ഇസ്രയേൽ വൻ ആക്രമണത്തിന് നടുവിലാണുള്ളത്. സ്ഫോടനങ്ങളിൽ വിറയ്ക്കുകയാണ് ആ രാജ്യം. ജനങ്ങളെല്ലാം ഭീതിയിലാണ് കഴിയുന്നതെന്നും ദിമിത്രി മെദ്വദേവ് ചൂണ്ടിക്കാട്ടി. ആക്രമണത്തോടെ ഇറാൻ ഭരണകൂടത്തിന്റെ ജനകീയ അടിത്തറ കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും കൂടുതൽ കരുത്തോടെ അതിജീവിച്ചിരിക്കുകയാണ് ഇറാന്റെ രാഷ്ട്രീയ ഭരണകൂടം. മുൻപ് നിസ്സംഗമായി നിന്നവരും വിമർശകരായിരുന്നവരും ഉൾപ്പെടെ ജനങ്ങളെല്ലാം ആത്മീയ നേതൃത്വത്തിന് പിന്നിൽ അണിനിരക്കുകയാണെന്നും ദിമിത്രി മെദ്വദേവ് കൂട്ടിച്ചേർത്തു. ഇറാന് നേരിട്ട് ആണവായുധങ്ങൾ നൽകാൻ തയ്യാറുള്ള ഒന്നിലധികം രാജ്യങ്ങളുണ്ടെന്ന സുപ്രധാനമായ വെളിപ്പെടുത്തലാണ് മെദ്വദേവ് നടത്തിയിരിക്കുന്നത്. എന്നാൽ ഈ രാജ്യങ്ങളുടെ പേര് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. റഷ്യ, ചൈന, ഉത്തര കൊറിയ ആ പട്ടികയിൽ എന്തായാലും ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. വ്ളാഡിമിർ പുടിന്റെ വിശ്വസൻ കൂടിയാണ് മെദ്വദേവ്. അങ്ങനെ ഒരാൾ ഇത്രയും വിശദമായി ഇറാനെതിരായ US ആക്രമണത്തോട് പ്രതികരിച്ചത് ശ്രദ്ധേയമായ കാര്യമാണ്. ദേശസുരക്ഷയുമായും തന്ത്രപ്രധാന വിഷയങ്ങളുമായും ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ പ്രസിഡന്റിനെ സഹായിക്കാൻ വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ അധികാരമുള്ള കൂടിയാലോചനാ സമിതിയാണ് സെക്യൂരിറ്റി കൌൺസിൽ ഓഫ് റഷ്യ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ ഇസ്രായേലും അമേരിക്കയും എല്ലാം ഇപ്പൊ കാല് പിടിക്കാൻ പോയത് എന്തിനാണ്? യുദ്ധം നിർത്തി മക്കളെ ഇറാനെ എന്ന് പറഞ്ഞിട്ട്. കാരണം പണി കിട്ടും. ഇറാന് ആണവായുധം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് രാജ്യങ്ങൾ നിൽക്കുന്നുണ്ട്. ഇറാന് മറ്റുള്ള രാജ്യങ്ങളായിട്ട് യാതൊരു കുഴപ്പമില്ല. ഇസ്രായേലും അമേരിക്ക ആയിട്ട് അല്ലാണ്ട് വേറൊരു രാജ്യമായിട്ട് യാതൊരു കുഴപ്പമില്ല. അപ്പൊ ഇറാന് നല്ല സപ്പോർട്ട് കിട്ടും. ഈ കുത്തിരിപ്പ് ടീമല്ല ഇറാൻ. ഏത് അമേരിക്കയും ഇസ്രായേലിനെയും പോലെ കുത്തിരിപ്പും പിന്നെ പകുതിക്കിട്ട് ഓടൂല, തിരിച്ചോടൂല. ചങ്ങായിമാറാണെങ്കിലും മരിക്കും വരെ ചങ്ങായിമാറപ്പോൾ തന്നെ ഇറാൻ കൂടി ഉണ്ടാവും. അതുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾക്കെല്ലാം ഇറാനായിട്ട് നല്ല ബന്ധമാണ്. എന്ത് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഈ രണ്ട് മൊയന്തകള് പേടിച്ച് തൂറാണ്ടിക്കുക. പിന്നെ പ്രത്യേകിച്ച് വേറൊരു കാര്യമുണ്ട്. കുറെ കാലമായിട്ട് ഈ അമേരിക്കന്റെ ഇസ്രായേലിന്റെ വിചാരം നമ്മളാണ് രാജാക്കന്മാർ, ഈ ലോകത്തെ രാജാക്കന്മാർ. നമ്മൾ പറയുന്ന എല്ലാവരും കേൾക്കും. നമ്മുടെ അടുക്ക് എല്ലാ സാമാനവും ഉണ്ടെന്നാണ്. ആരോടെ ഈ കളിക്കുന്നത്? ഉത്തര കൊറിയനോട്, റഷ്യനോടല്ല, ടീമിനോടാ കളിക്കണ്ടേ. കുറെ കാലമായിട്ട് അവർ നോട്ടം വെച്ച് നിൽക്കുന്നുണ്ട് ഈ രണ്ടിനെ അങ്ങ് തീർക്കുവാന്ന്. ഇപ്പൊ അവർക്ക് തോന്നി ഈ സമയത്ത് ഇടപെട്ടെങ്കിൽ രണ്ടും തൂറി തോക്കുന്നു. ഇത് കൃത്യമായിട്ട് പൊട്ടനാണെങ്കിലും ട്രംപിന് സംബന്ധിരിഞ്ഞു. ഇനി ഇതിന്റെ അകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ നല്ല കിട്ടും. തൂറി മെഴുകും, ലൈവായിട്ട് തൂറി മെഴുകും. അതുകൊണ്ട് മെല്ലെ ഊര. അതുകൊണ്ട് നെതന്യാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നെതുമോനെ ട്രംപട്ട മെല്ലെ മുങ്ങേന്ന്, നീ നിന്റെ കാര്യം നോക്കിക്കോ, ഞാൻ എന്റെ കാര്യം നോക്കിക്കോളും. നീ ഏടെങ്കിലും ബങ്കർ പോയി ഒളിച്ചോ, ഞാൻ മെല്ലെ നോബൽ സമ്മാനം വാങ്ങേണ്ട പരിപാടി നോക്കിട്ട്, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വാങ്ങേണ്ട പരിപാടി നോക്കി നടക്കേ നീ ട്രംപ്. ഞാൻ അതെങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മുങ്ങി. അപ്പൊ നെതന്യാഹുവിന് തോന്നി മൂഞ്ചി, ഇനി മെല്ലെ നൈസായിട്ട് യുദ്ധം നിർത്താൻ വേണ്ടി കാലേ കയ്യെ പിടിക്കുക. അതിന് നെതന്യാഹു ഇസ്രായേലും ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, അനങ്ങാണ്ട് കടന്നുറങ്ങിക്കോ, ബങ്കർ തന്നെ കടന്നുറങ്ങിക്കോ ഒരാഴ്ച. നിങ്ങൾ ആക്രമിക്കൂലെങ്കിൽ ഇറാനും ആക്രമിക്കൂല, അത്രേ ഉള്ളൂ. നിങ്ങൾ ആക്രമിക്കേണ്ട ചിന്തയും കൊടുക്കണ്ട. പിന്നെ നിങ്ങൾ ഈ ഉരുട്ട് ബുദ്ധി ഉണ്ടല്ല, മറ്റേ നിങ്ങളെ മൊസാദിനെല്ലാം വിട്ടിട്ട് ഇടക്കൂട്ട കളിച്ചിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയിട്ടും ഇത് ഇറാനെ തോപ്പിക്കാനുള്ള പരിപാടി, ആ പരിപാടിയിൽ നിർത്തി നല്ല മനുഷ്യന്മാരായിട്ട് നിങ്ങളെ നാട്ടിൽ നല്ല ചെയ്ത് ജീവിക്കുക. മറ്റുള്ളവരെ നാട്ടിൽ പോയിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാണ്ട്. അപ്പൊ എന്നും തന്റെ ഇടമുള്ള ഇറാന്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും എന്റെ സുലാൻ.